തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മാസങ്ങൾക്ക് മുൻപേ പദ്ധതി ആവിഷ്കരിച്ച് തയ്യാറെടുപ്പ് തുടങ്ങിയെന്ന് ഗോവിന്ദച്ചാമി മൊഴി നൽകി. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയ ഗോവിന്ദച്ചാമി പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന CCTV ദൃശ്യങ്ങളും റിപ്പോർട്ടറിന് ലഭിച്ചു. എത്ര വിദഗ്ധമായ പദ്ധതിയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാട്ടത്തിനായി തയ്യാറാക്കിയത്. സത്യത്തിൽ അത് ആരെയും അമ്പരപ്പിക്കും. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടും ഇത് വ്യക്തമാക്കുന്നു. ജയിൽ ചാട്ടത്തിനുള്ള പദ്ധതി സഹതടവുകാരനുമായി മുൻപേ ഗോവിന്ദച്ചാമി സംസാരിച്ചിരുന്നു. ജയിൽ ചാടിയാൽ 6 മാസമാണ് ശിക്ഷ ലഭിക്കുക എന്ന കാര്യവും സഹതടവുകാരനിൽ നിന്ന് മനസ്സിലാക്കി. നിലവിൽ അനുഭവിക്കുന്ന ശിക്ഷയേക്കാൾ വലുത് ഇനി ലഭിക്കാനില്ല എന്ന ധാരണയിലാണ് ജയിൽ ചാട്ടം. ലക്ഷ്യം റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ വഴി ചോദിച്ചതിൽ കുഴങ്ങി. കൃത്യമായ വഴി മനസ്സിലാക്കാതെ പല വഴികളിലൂടെ സഞ്ചരിച്ചു. വിവിധ ഇടങ്ങളിൽ നിന്നും റിപ്പോർട്ടർ ശേഖരിച്ച CCTV ദൃശ്യങ്ങൾ അത് വ്യക്തമാക്കുന്നു. പരോൾ ലഭിക്കാത്തതും ജയിൽ മാറ്റം ആഗ്രഹിച്ചിട്ടും നടക്കാത്തതും ജയിൽ ചാടാൻ കാരണമായി എന്നാണ് പോലീസിന് നൽകിയ മൊഴി. ജയിലിലെ പ്ലംബിംഗ് ജോലികൾക്ക് എത്തിച്ച ക്ലാമ്പ് സ്വന്തമാക്കി ബ്ലേഡ് രൂപത്തിലാക്കിയാണ് സെല്ലിന്റെ കമ്പി മുറിച്ചത്. രാത്രിയിലാണ് ഇക്കാര്യങ്ങളുടെ നിർവഹണം. പകൽ സമയത്ത് ഉറങ്ങും. ഭക്ഷണം കഴിക്കാനുള്ള സ്റ്റീൽ പാത്രം തറയിലിട്ട് ശബ്ദമുണ്ടാക്കി വാർഡന്മാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് കമ്പികൾ മുറിച്ചത്. ജയിൽ ചാടിയ വാർത്ത പരന്ന് പോലീസും നാട്ടുകാരുമൊക്കെ തിരച്ചിൽ നടത്തുമ്പോഴും സെൻട്രൽ ജയിലിന്റെ 500 മീറ്റർ പരിധിയിൽ ഗോവിന്ദച്ചാമി ഉണ്ടായിരുന്നു. CCTVയെ അധികരിച്ചാണ് ഇത് പറയുന്നത്. അതായത് സിനിമാ കഥയെ വെല്ലുന്ന ജയിൽ ചാട്ടമാണ് ഗോവിന്ദച്ചാമി നടത്തിയത് എന്ന് ചുരുക്കം. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.